ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്ന് വന്നിട്ട് കല്യാണാഘോഷത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് പുടവ കൊടുക്കൽ ചടങ്ങിൻ്റെ ദിവസമാണ് കേട്ടോ. പുടവ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. കുറേ പേരൊക്കെ കാറിൽ പോയി. ഞങ്ങൾ കുറച്ച് പേര് വന്നിട്ട് ട്രാവലർ ഉണ്ടായിരുന്നു, അതിലാണ് വന്നത് കേട്ടോ. ഇവർ രണ്ടും വന്നിട്ട് എൻ്റെ ചേട്ടൻ്റെ മക്കളാണ്. അവരൊക്കെ ആയിട്ട് ഇങ്ങനെ വൈബ് അടിച്ച് പോവാണ് ഞങ്ങൾ. അതുപോലെ ഇതേ ഫ്രണ്ടിൽ അക്കുവും ശ്യാമൊക്കെ ഇരിപ്പുണ്ട്. അതിന് മുന്നിലേക്ക് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നെയ്ബേഴ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തൊട്ട് ബാക്കിൽ എൻ്റെ ചേച്ചിയുടെ മോളുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളിത് വെന്യൂലെത്തി കേട്ടോ. ഇത് വന്നിട്ട് കൊല്ലം ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷനൊക്കെ. മാരേജ് ഇവിടെ വെച്ച് തന്നെയാണ്, തലേ ദിവസത്തെ ഫംഗ്ഷൻ ഇവിടെ വെച്ച് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുന്നേ പോയവരൊക്കെ അവിടെ എത്തി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതേ അകത്തേക്ക് കയറാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അന്നബേബിയുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഒരു ബ്ലേസർ സെറ്റ് ആയിരുന്നു. ഇത് ഞാൻ ആ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അതെ ഞാൻ ഈ ഒരു വയലറ്റ് കളർ കുർത്തിയായിരുന്നു ഇന്നത്തെ വേഷം. ശ്യാമതേ വന്നിട്ട് അതിനോട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു ഷർട്ടാണ്, ഏകദേശം ഒരു മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഷർട്ടാണ്. പിന്നെ അതേ നമ്മുടെ നീസ്, അവരുടെ ഹസ്ബൻഡ്, അവരുടെ ഫിയാൻസെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ചില്ല് ചെയ്ത് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ഞങ്ങളിത് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരുമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അകത്തേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടിയിട്ട് ആ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കയറുന്നതിന് മുന്നായിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാവരും കുടിച്ചിട്ടൊക്കെയാണ് അകത്തേക്ക് പോയത്. അങ്ങനത്തെ ഇതാണ് കേട്ടോ വെന്യൂവിന്റെ ഉൾവശം. റിസപ്ഷൻ, അതായത് തലേ ദിവസത്തെ റിസപ്ഷൻ നടക്കുന്നതിന്റെ ആ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ഇതൊക്കെയാണ്. നമ്മൾ ചെന്നപ്പോൾ പെണ്ണിന്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം അതൊക്കെ നോക്കിയൊക്കെ ഇങ്ങനെ നിന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ പേർപ്പിൾ കളറിലുള്ള ഒരു ലെഹങ്കയായിരുന്നു ഇന്ന് ബ്രൈഡ് ധരിച്ചിരുന്നത്. കുറച്ചു നേരത്തെ ഫോട്ടോഷൂട്ടിന് കാര്യങ്ങൾക്ക് ശേഷം ആ ഒരു പുടവ കൊടുക്കൽ ചടങ്ങ് അവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചെക്കന്റെ അമ്മയും അച്ഛനും സിസ്റ്ററും കൂടിയിട്ട് ആ ഒരു പുടവ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഫൈനലി ഇത് ഇവിടെ പുടവ കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും അനുവാദം വാങ്ങിയിട്ട് പുടവയൊക്കെ കൊടുത്തു. നല്ല മംഗളകരമായിട്ട് ആ ഫംഗ്ഷൻ അവിടെ കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ ഒരു മൊമെന്റില്. പിന്നെ അവിടെ കരോക്കെ വെച്ചിട്ട് സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വൈബ് ചെയ്യാണ് ഇവിടെ. പയ്യന്റെ ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ. ഡാൻസ് ഒക്കെ കളിച്ച് നല്ല ചില്ലായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരുമായിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങളും ഫോട്ടോ എടുക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എടുത്തൊരു കുഞ്ഞു ക്ലിപ്പാണിത്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് അടിക്കാനായിട്ടാണ് പോയത്. അപ്പൊ നമ്മൾ വന്നത് പ്ലേറ്റ് ഒക്കെ എടുത്ത് ഫുഡൊക്കെ വാങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഞാനിതേ ഇവിടെ 2 അപ്പവും അതുപോലെ തന്നെ കുറച്ച് സ്റ്റൂവും പിന്നെ ചിക്കൻ കറിയും പിന്നെ ബീഫ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ചായിട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഇതേ ആദ്യം അന്നു ബേബിക്ക് കൊടുക്കുകയാണ്. പിന്നെ അതേ നമ്മുടെ കസിൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ അതേ പയ്യന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അവരാരും എന്റെ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ വീണ്ടും അവിടെ ആ കരോക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ നേരം കൂടി നിന്ന് അതൊക്കെ പാട്ടൊക്കെ കേട്ട് പിന്നെ പയ്യന്റെ ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് ഒരുപാട് ഫോട്ടോസ് ഒക്കെ അവരെടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പുടവ കൊടുക്കൽ വീഡിയോ. അപ്പോൾ നാളെ ഇനി കല്യാണ വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.